ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ മഞ്ചേൽ രണ്ടാമത് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇതാ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ആദ്യമായിട്ട് പിടിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെ. അപ്പോൾ ഇത് രണ്ടാമത് പിടിക്കുന്നത്, ഇപ്രാവശ്യം രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഈ വല കെട്ടുന്നത്. അപ്പോൾ ഇത് ആ ഒരു ചാനൽ, ആ വലേൻ്റെ ആ ഒരു ഫ്രെയിം നമ്മൾ ആ ഒരു ചാനലിൽ കൂടെ അങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കൊമ്മ ഇപ്പം വെള്ളത്തിൽ നല്ല നിവർന്ന് കിടക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ വല കെട്ടുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കിക്കോ. അടിപൊളി ഇഷ്ടം പോലെ മീൻ കിട്ടുന്നുണ്ട്, നല്ല അടിപൊളി കുളവും കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേ ആളിനെ കാളാഞ്ചി എന്നല്ല കുറേ സ്ഥലത്ത് പറയുന്നത്, നമ്മളിവിടെ കുളം എന്നാ പറയല്. പിന്നെ നല്ല തെറിക്കുന്ന കാരച്ചമീനിലുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ പുഴയിൽ ഈ വല പുറത്തേക്ക് പോകുന്നത് പുഴ ഭാഗമാണ് കേട്ടോ, നമ്മളെ തോണിയെല്ലാം കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം വേലിയേറ്റം ഇറക്കലില്ല, അപ്പോൾ ഇറക്കം സമയത്താണ് നമ്മൾ ഈ ഒരു വല കെട്ടുന്നത്. അപ്പോൾ നമ്മളെ ഈ മഞ്ചേരുടെ ഉള്ളിലെ കൂടുതൽ വെള്ളം ഈ പുറത്തേക്ക് ഒഴുക്കി വിടുന്ന സമയത്ത് ആ ഒരു ശക്തിക്ക് ചെമ്മീനും മീനും എല്ലാം ഒലിച്ചു വന്ന് നമ്മളെ വലേൻ്റെ ഉള്ളിൽ കുടുങ്ങുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അനീഷേട്ടനിവിടെ പലയൊക്കെ അട്ടി വെക്കുന്നുണ്ട്. അതായത് ഇപ്പം ആ ഒരു ചാലിന്ന് എടുത്ത ആ ഒരു ഷട്ടർ ഓപ്പൺ ആക്കിയ പലകയാണിത്. അപ്പോൾ ബൈജേട്ടൻ താഴ്ന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്, അനീഷേട്ടനിവിടെ അട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ശക്തിയായിട്ട് വരാൻ തുടങ്ങി, കൂടുതൽ ശക്തി വരാൻ തുടങ്ങി വെള്ളത്തിൻ്റെ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ കെട്ടിനകത്തേക്ക് മീനെ കയറ്റുന്നതും. അപ്പോൾ നമ്മൾ ഈ ഇറക്കിയിട്ട് മീൻ പിടിക്കുന്ന സമയത്ത് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ ഒരു വലേൻ്റെ അറ്റം ഭാഗം നമ്മൾ ഇതേപോലെ കെട്ടിയിട്ട് ആ ഒരു കുപ്പി കണ്ട നമ്മൾ പൊന്തായി ഉപയോഗിച്ചതാണ്. അങ്ങനെ വല പൊങ്ങിക്കിടക്കാൻ പൊന്തായി ഉപയോഗിച്ച് അങ്ങനെ കെട്ടിയിട്ടതാണ്. ഈ കാണുന്ന പുഴയിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മളെ കെട്ടിലേക്ക് ഇതുപോലെ വല വെച്ചിട്ട് തന്നെയാണ് മീൻ കയറ്റുന്നത്. പക്ഷെ അത് നല്ല വേലിയേറ്റം, നല്ല ഏറ്റം. ഈ പുഴയിൽ ഒരുപാട് വെള്ളമില്ല സമയത്താണ് നമ്മൾ മഞ്ചേൻ്റെ ഉള്ളിലേക്ക്, നമ്മളെ കെട്ടിൻ്റെ ഉള്ളിലേക്ക് മീൻ കയറ്റുന്നത്. ആ സമയത്ത് എന്ന് വിചാരിച്ചാൽ ഇതേപോലെ വല വെക്കും, പക്ഷെ അത് നമ്മളെ കെട്ടിൻ്റെ അകത്തേക്കായിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഈ വലേൻ്റെ തറ്റം ഭാഗം കെട്ടിയിടൂല, ഓപ്പൺ ആക്കിയിടും. അപ്പോൾ വരുന്ന മീനും വെള്ളത്തിൻ്റെ ഒപ്പം വരുന്ന മീനെല്ലാം നമ്മളെ ഈ ഒരു കെട്ടിൻ്റെ അകത്തേക്ക് പോകും. തിരിച്ച് പിടിക്കുമ്പോൾ ഇതേപോലെ വല കെട്ടിയിട്ടിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ പിന്നെന്ന് വെച്ചാൽ വീശുവലയിട്ടും ഇളക്കുവലയിട്ടൊക്കെ ഇതിനകത്ത് പിടിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കിനി അടുത്ത ഒരു മീൻ പിടുത്തം അല്ലെങ്കിൽ ഇനി നമ്മൾ കൂടുതലായിട്ട് പിടിക്കുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ അനീഷേട്ടനും ബൈജുവേട്ടനും കൂടി വെള്ളത്തിൽ ഇറങ്ങി നമ്മൾ ആ ഒരു കൊമ്മ അയച്ച് ഇപ്പം കിട്ടിയ മീൻ ഇത്ര പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി കൂടുതൽ കിട്ടും. അപ്പോൾ ഇതിൽ ഒരുപാട് കൊളോനുണ്ട്. അപ്പോൾ ഈ സൈസായിട്ടില്ല. അപ്പോൾ ഒരുപാട് സൈസ് ആവാത്തത് കാരണം നമ്മൾ ഇതിനെ നമ്മൾ കെട്ടിലേക്ക് തന്നെ ഇളക്കി വിടും. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് വലുതായി നമുക്ക് വീണ്ടും പിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇപ്പം നമുക്കത് കൊടുത്താൽ നഷ്ടമായിരിക്കും. ഒരുപാട് വലുതാവുന്ന സൈസാവുന്ന മീനല്ല, നിങ്ങൾ പല വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇതൊരു ബക്കറ്റിൽ വെള്ളം എടുത്ത് നമ്മളിതാ അതിനൊക്കെ പറക്കി ആ ബക്കറ്റിൽ ഇടുന്നുണ്ട്. ചവാതെ നമ്മൾ തിരിച്ച് നമ്മുടെ മഞ്ചയിലേക്ക് തന്നെ ഇടാൻ വേണ്ടി. അപ്പോൾ നല്ല സൈസ് സാധനം തന്നെ, എന്നാലും പക്ഷെ ഒരുപാട് വലുതാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ അതിനെ ആർക്കും കൊടുക്കാതെ നമ്മളെ കെട്ടിലേക്ക് തന്നെ ഇടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പറക്കി ഇവർ ചാവുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ എന്തെങ്കിലും ചാവാൻ സാധ്യത കൂടുതലല്ലേ കുറേ നേരം കരക്ക് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പെട്ടെന്ന് വെള്ളത്തിലിട്ട് നമ്മളെ ആ ഒരു കെട്ടിലേക്ക് തന്നെ ഇളക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇതൊരു കാരച്ചമീൻ കിട്ടിയിട്ടുണ്ട്. കാരച്ചമീനൊക്കെ ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വീഡിയോയിൽ ഒരുപാട് കുറച്ച് നിങ്ങൾ അങ്ങോട്ട് എത്തുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട ഒരുപാട് കാരച്ചമീനപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ വീണ്ടും കാളാഞ്ചി, കൊളോൻ എന്ന് പറയും. കുറേ ആൾ ഇതിനെ കൊളോൻ, കുറേ ആൾ കാളാഞ്ചി അങ്ങനെയൊക്കെ പറയും. നിങ്ങൾക്ക് അറിയുന്ന പേരുണ്ട്, നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ കൂടുതൽ കിട്ടുന്നുണ്ട്, ഒരുപാടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച അതിനേക്കാളുണ്ട്. കാരണം നമ്മൾ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത സമയത്തൊന്നും ഇത് അത്ര ഉണ്ടായിട്ടില്ല, വേറെ മീനുകളാണ് ഉണ്ടായത്, കൊളോൻ അത്ര ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറേ നാൾ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മഞ്ചേൽ വലയൊക്കെ പിടിക്കും. ഒരു ഞണ്ടൂട്ടനെ ഇത് ഓടി കളിക്കുന്നുണ്ട്, സൈഡിലെ ഒരാൾ ഇപ്പുറത്തി ഓടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വലയിൽ നിന്ന് രക്ഷപ്പെട്ട ഇതിൽ നിന്ന് പുറത്തേക്ക് വെള്ളത്തിലെത്താൻ വേണ്ടി ഓടുന്നതാണ്. പക്ഷെ ഇനി എന്തായാലും അവർക്ക് വെള്ളത്തിലെത്താൻ കഴിയില്ല, ഇതിനൊക്കെ നമ്മൾ ശരിയാക്കും. അപ്പോൾ ഈ കാണുന്ന കൊളോൻ ഇതിനെ നമ്മൾ തിരിച്ച് നമ്മളെ മഞ്ചയിൽ തന്നെ ഇറക്കും. അപ്പോൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നല്ല കണ്ണൊക്കെ കണ്ടോ രാത്രി ഒളിയുന്നു. ഇത് ഒരുപാട് നല്ല സൈസാവും. അപ്പോൾ ഇത്ര ചെറുതിലെ നമ്മളിത് പിടിച്ച് ആർക്കും കൊടുത്താൽ നമുക്ക് നഷ്ടമല്ലേ, അതുകൊണ്ടാണ് തിരിച്ചിതിനെ വെള്ളത്തിലേക്ക് തന്നെ ഇളക്കുന്നത്. അതിൻ്റെ ചെറുതാ. അപ്പോൾ ഇതാടുന്നൊരു ചെറുതും കൂടെ തെറിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയും പിടിച്ച് നമ്മളെ ബക്കറ്റിലിടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ പച്ചഞണ്ടും കിട്ടിയാൽ നമ്മൾ പുഴയിൽ തന്നെ നമ്മളെ കെട്ടി തന്നെ കൊണ്ടിടും. കാരണം എന്ന് വിചാരിച്ചാൽ പച്ചഞണ്ട് ചെറുതാണെങ്കിൽ അതിനെയും അതാ ആ ഒരു കണ്ടോ നമ്മൾ ചെള്ളുന്നതിനിടയ്ക്ക് അതൊരു പച്ചയുണ്ട്, അതിനെ തിരിച്ച് നമ്മളെ കെട്ടിലേക്ക് തന്നെ ഇളക്കും. കാരണം അതും ഇതുപോലെ വലുതായി നമുക്കൊരു കിലോന് 2000 വെച്ചിട്ട് കിട്ടും. അപ്പോൾ ഇത് ഷാജിയേട്ടൻ അതിനെടുത്ത് നമ്മളെ കെട്ടിലേക്ക് ഇളക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ സുനിയേട്ടൻ ഇതാ ബക്കറ്റും എടുത്ത് വന്ന് നമ്മളെ ഈ ഒരു മീനെല്ലാം തിരിച്ച് കെട്ടിലേക്ക് തന്നെ ഇടുന്നുണ്ട്. ഒന്നിനങ്ങ് ഇട്ട് അത് ഇട്ടാടങ്ങ് പോയി. അപ്പോൾ വീണ്ടും
അതാ അതും അങ്ങ് പോയി. അപ്പൊ സുനിയേട്ടൻ അത് മൊത്തത്തിൽ അങ്ങ് എടുത്ത് തട്ടാൻ ചാൻസ് ഉണ്ട്. അതാ സുനിയേട്ടൻ അത് മൊത്തത്തിൽ അങ്ങ് എടുത്ത് തട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇപ്പൊ തന്നെ എനിക്ക് കിട്ടുന്ന മീനെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ഇളക്കുന്ന വീഡിയോ നമ്മൾ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ മീനും ഒരുപാട് ഡാമേജ് പറ്റും. അപ്പൊ നിങ്ങൾ ബാക്കി വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. എടാ പൊക്കി കൊടുത്തരാ ആ കുപ്പി കൊടുത്തു അറിയില്ല ഇതിലുണ്ടോ തുണിയിലുണ്ടാവും. മല ഏറ്റവും ചെറിയ പുല്ലനോ നല്ലനോ അറിയോ പുല്ലൻ? ദശയുടെ ഒരു പുല്ലും കൂടെ വേണോ? പുല്ലനൊന്നും കൂടി ഉണ്ട്. ഇതാ മല ഉണ്ട് ചെറുതാ. ഇല്ല മലാനുണ്ട്. വലത്തിട്ടൊക്കെ അപ്പൊ ഗൈസ് നമ്മളിതാ ഒരുപാട് മീൻ ഇളക്കിയിട്ടുണ്ട്. ഇതിനെയും ഇളക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ല സൈസ് സാധനം ആവുന്നതാണ്. അപ്പൊ വെറുതെ നമ്മൾ പിടിച്ച് നശിപ്പിക്കണ്ടല്ലോ. അപ്പൊ നേരത്തെ നമ്മൾ കുറെ ചെറിയ മീനും ഇളക്കിയിട്ടുണ്ട്. നമ്മൾ കെട്ടിത്തന്നെയല്ലേ ഇളക്കുന്നത്. നമുക്ക് ഇനിയും ഇതെല്ലാം വലുതായി വളർന്ന് നല്ല വലുതായി നമുക്ക് ഇതിനെ പിടിക്കുന്ന വീഡിയോ നമുക്ക് ചെയ്യാം. എന്തായാലും നമ്മൾ ഇതിനെല്ലാം പിടിക്കും. അപ്പോൾ കൂടുതലായിട്ട് ഇവര് വെറുതെ നമ്മൾ എന്തിനാ ഇങ്ങനെ കൊന്ന് കളയുന്നത്. അപ്പോൾ അങ്ങനെ കണ്ണൊക്കെ നോക്കി എല്ലാം അടിപൊളിയായിട്ട് ഒളിയുന്നു. അപ്പോൾ നിങ്ങൾ ബാക്കി വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. In the ice,
അപ്പോൾ ഇതാ ഈ ഒരു ബക്കറ്റിൽ ഒരുപാട് മാലാൻ്റെ ചെറുതുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങ് തട്ടി. നമ്മൾ ഈ ഒരു മീൻ കുറച്ച് നല്ലോണം പരിക്ക് പറ്റിയിട്ടുണ്ട്. പരിക്കല്ല, അതിന് കുറച്ച് നല്ലോണം നമ്മൾ എടുത്ത് വെള്ളത്തിലിടാൻ വൈകിയത് കാരണം കുറച്ച് നല്ലോണം പറ്റിയിട്ടുണ്ട്. എന്തായാലും ശരിയാവും, കാരണം അതിൻ്റെ ചെകിളൊക്കെ അനങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, അതും എന്തായാലും ജീവിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.